ഈ വർഷത്തെ തന്നെ മോസ്റ്റ് അവൈലഡ് മൂവീസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കങ്കുവയുണ്ട്. കാരണം ഈ ഒരു മൂവിയുടെ പോസ്റ്റേഴ്സ് ആയാലും പ്രൊമോ വീഡിയോ ആയാലും ആ ഒരു മൂവിക്ക് ഉണ്ടാക്കിയ ഹൈപ്പ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം സൂര്യയ്ക്ക് ഒരു മൂവി പോലും ഇല്ല. സോ അങ്ങനെ ഒരു ടൈമൊക്കെ എടുത്ത് ഒരുപാട് ലാംഗ്വേജിലൊക്കെ റിലീസ് ആവുന്ന ഒരു വേറെ ലെവൽ ഓഫ് മേക്കിങ്ങും പ്രസന്റേഷനും ഒരു പീരിയഡ് ബേസ്, ഒരു ഫുള്ളി പീരിയഡ് ബേസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ആ ഒരു പീരിയഡ് ബേസിലുള്ള ഒരു ക്യാരക്ടറും ആ ഒരു സ്റ്റോറിയൊക്കെ സംസാരിക്കുന്ന മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രൊമോ വീഡിയോയും പോസ്റ്റേഴ്സ് ഒക്കെ വേറെ ലെവൽ ഓഫ് എക്സ്പെക്ടേഷനും ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. സോ അങ്ങനെ ഇന്നലെ ടീസർ റിലീസായി. ടീസർ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ടീസർ ആയിരുന്നു. ആ ഒരു ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ പ്രസന്റേഷൻ ആയാലും ആ ഒരു മേക്കിംഗ് ആയാലും വിഷ്വൽ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു ഹോളിവുഡ് ലെവൽ ഓഫ് സ്റ്റഫ് കണ്ട ഒരു ഫീൽ ആയിരുന്നു. സ്റ്റാർട്ടിംഗ് ആ ഓരോ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഓരോ വിഷ്വൽസ് ആയാൽ പോലും നമ്മളിപ്പം അപ്പോക്ലിപ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ വൈക്കിങ്സ്, സോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ സ്റ്റോറി എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേൾഡ് ബിൽഡ് കണ്ട ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് ടീസർ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മൂവിയുടെ അനൗൺസ്മെന്റിന് ശേഷം വരുന്ന പോസ്റ്റേഴ്സ് ആയാലും ആ ഒരു ഇപ്പം പ്രൊമോ വീഡിയോ വന്നു, ഇപ്പൊ ടീസർ വന്നു, എല്ലാത്തിലും ഈ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടറിനെയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ വേൾഡ് ബിൽഡും അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ശരിക്കും ഈ ഒരു മൂവി എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഒരു പീരിയഡ് ബേസ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കങ്കുവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടല്ല മുന്നോട്ട് പോകുന്നത്. ഇതൊരു 7ാം അറിവ് പോലത്തെ ഒരു മൂവിയാണ്. പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ് അങ്ങനത്തെ രീതിയിലാണ് മൂവി പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ 7ാം അറിവിൽ ആദ്യത്തെ ഒരു 25 മിനിറ്റ് ബോധിധർമ്മനെ കണ്ട് പിന്നീട് ആ ഒരു ക്യാരക്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്യാരക്ടർ പിന്നീട് അതിന്റെ ഒരു പ്രസന്റ് കാണിച്ചിട്ടായിരുന്നു സിനിമ മുന്നോട്ട് പോയത്. ശരിക്കും ആ ഒരു ഇതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബോധിധർമ്മന്റെ ഒരു ക്യാരക്ടർ. പിന്നീട് ആ ഒരു പ്രസന്റ് കാണിച്ചപ്പോൾ ലൈക്ക് അത് മാച്ച് ആവാത്ത രീതിയിലൊക്കെ വന്നിട്ടാണ് ആ ഒരു മൂവി ലൈക്ക് അത്രയ്ക്കും സക്സസ് ആവാത്തത്. സോ അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള ഒരു മൂവിയാണ് ഈ കങ്കുവ എന്ന് പറയുന്നത്. അതായത് പാസ്റ്റിലുള്ള കങ്കുവയും പ്രസന്റിലുള്ള ഒരു ക്യാരക്ടറും രണ്ട് ലുക്കിലാണ് സൂര്യ വരുന്നത്. ആൻഡ് ആ ഒരു ക്യാരക്ടറിനെയും അല്ലെങ്കിൽ ആ ഒരു ലുക്കും അല്ലെങ്കിൽ ആ ഒരു പ്രസന്റിലുള്ള ഒരു കാര്യവും ഇതുവരെ മൂവിയിൽ എവിടെയും കാണിച്ചിട്ടില്ല. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതിനിപ്പോൾ സസ്പെൻസ് ആണ്, അതുകൊണ്ടാണ് കാണിക്കാത്ത, അല്ലെങ്കിൽ മൂവി റിലീസ് ആകുമ്പോൾ മൂവിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും ഓൾറെഡി ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അനൗൺസ് ചെയ്തായിരുന്നു ഈ ഒരു മൂവി എന്ന് പറയുന്നത് 60% പാസ്റ്റും 40% പ്രസന്റും ആണ്. അങ്ങനത്തെ രീതിയിലാണ് മൂവി പോകുന്നത്. സോ ഓൾറെഡി എല്ലാവർക്കും അറിയാം ഈ ഒരു മൂവിയുടെ പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്യുന്നതൊക്കെ. ശരിക്കും ഞാൻ ടീസർ റിലീസ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി രണ്ട് ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ രണ്ട് സ്റ്റൈലും ആ ഒരു രണ്ട് ടൈമിങ്സ് ഒക്കെ കാണിക്കുന്നതാണ്. ഒരു ഫുള്ളി പീരിയഡ് ബേസ്ഡ് സ്റ്റോറി എല്ലാം നമുക്ക് ഓൾറെഡി അറിയാം. സോ അത് അറിഞ്ഞിട്ടും പിന്നീട് ആ ഒരു ഏരിയ തന്നെ കാണിക്കാതിരുന്നപ്പോൾ എന്തോ ഒരു ഫീൽ. ഈ ഒരു സിനിമയെ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഇപ്പം ഇത്രമാത്രം എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രമാത്രം വേൾഡ് വൈഡ് ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രമാത്രം ഈ ഒരു മോസ്റ്റ് അവൈലഡ് മൂവി ഓഫ് ദ ഇയർ എന്ന് വേണമെങ്കിൽ പറയാനുള്ള രീതിയിൽ എത്തിയത് ഈ ഒരു കങ്കുവ എന്ന ക്യാരക്ടറും അല്ലെങ്കിൽ ഈ ഒരു ലൈക്ക് പോസ്റ്റേഴ്സും ഈ ഒരു ടീസറും പ്രൊമോയൊക്കെ വെച്ചിട്ടാണ്. അല്ലാതെ ആ ഒരു പ്രസന്റ് ക്യാരക്ടറിനെ വെച്ച് എവിടെയും കാണിക്കില്ല. ചിലപ്പോൾ ഇനി മൂവി വരുമ്പോൾ ത്രൂഔട്ട് ദ മൂവി പ്രസന്റ് മാത്രം കാണിച്ചിട്ട് ഇടയ്ക്ക് പാസ്റ്റ് കാണിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് പോലെയോ അല്ലെങ്കിൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ബോധിധർമ്മന്റെ ഒരു സീക്വൻസ് കാണിക്കുന്ന പോലെ ആദ്യത്തെ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് പാസ്റ്റ് കാണിച്ചിട്ട് പിന്നീട് ആ സിനിമ ഫുള്ള് പ്രസന്റ് കാണിക്കുന്ന അങ്ങനത്തെ സ്റ്റൈലാണെങ്കിൽ ഇത് എങ്ങനെ ഓഡിയൻസ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു 40% എന്ന് ഇവർ പറയുന്ന ഒരു കാര്യം ഇവിടെയും കാണിക്കാത്തതുകൊണ്ട് ചെറിയൊരു ഡൗട്ട്. കാരണം ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ മൂവി ഇത്രയും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമ കാണാൻ പോകുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും. നമ്മൾ റീസെന്റ് വന്ന ഒരുപാട് മൂവീസിൽ ഇതുപോലെ കണ്ടതാണ്. കാരണം ഇത്രയും ബിൽഡപ്പ് ചെയ്ത് പല കാര്യങ്ങളും വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മൂവിയിൽ ആകെ കുറച്ച് ടൈം മാത്രം കാണുന്ന കാര്യങ്ങളെ വെച്ച് മൂവി ഫുള്ളി പ്രൊമോട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ അതൊന്നും കാണത്തില്ല. സോ അങ്ങനെ വന്നാൽ അറിയത്തില്ല ഇത് എങ്ങനെയായിരിക്കും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാൻസ് ആയാലും ബാക്കിയുള്ളവരായാലും ലൈക്ക് മൂവി ഇഷ്ടപ്പെടില്ല എന്നല്ല, എന്നാലും അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് പിന്നീട് വരാമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതുള്ളൂ. ആ ഒരു പ്രസന്റ് എന്നൊരു കാര്യം എവിടെയും കാണിക്കുന്നില്ല. ടീസർ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് ഈ ഒരു ടീസർ കംപ്ലീറ്റ്ലി ആ ഒരു പ്രസന്റ് ആയിരിക്കും കാണിക്കുന്നത്. ട്രെയിലർ വരുമ്പോൾ രണ്ടും കൂടി മിക്സപ്പ് ആയിട്ട്, കാരണം പ്രൊമോ വീഡിയോയിൽ നമ്മൾ ഈ കങ്കുവ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ടീസർ വരുമ്പോൾ പ്രസന്റ് ആയിരിക്കും, ട്രെയിലർ വരുമ്പോൾ രണ്ടും കൂടി മിക്സപ്പ് ആയിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും കാണിച്ചില്ല. ചിലപ്പോൾ ട്രെയിലറിലായിരിക്കും എല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് കാണിക്കുന്നത്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ ഓൾറെഡി കങ്കുവയുടെ ടീസർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.